ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനാകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും അവസാനത്തേത്, കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെപ്പോലെ തന്നെ അത് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതത്തിലെ ഓരോ ചലനവും ഓരോ വാക്കും സത്യവിശ്വാസികൾക്ക് മാതൃകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിയെക്കുറിച്ച് 68-ാം അധ്യായത്തിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് തന്നെ പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വളർത്തിയെടുത്ത വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മുഴുവനും പ്രതിഫലിക്കുന്ന ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ, തിരു ഹദീസിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ പൊതുജനങ്ങൾക്കാകട്ടെ, മുസ്ലിങ്ങൾക്കാകട്ടെ, കുടുംബക്കാർക്കാകട്ടെ, ഇണകൾക്കാകട്ടെ, മക്കൾക്കാകട്ടെ കിട്ടുന്നത് ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണോ എങ്കിൽ ഖുർആൻ ആ വ്യക്തിയിൽ പ്രതിഫലിച്ചു, ഹദീസ് ആ വ്യക്തിയിൽ പ്രതിഫലിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നീണ്ട നമസ്കാരവും നീണ്ട തറാവീഹും ഹജ്ജും ഉംറയും മാത്രം ഉള്ളതുകൊണ്ടായില്ല. ആ ഹജ്ജിലൂടെ, ഉംറയിലൂടെ, നമസ്കാരത്തിലൂടെ, സക്കാത്തിലൂടെ അത് ശരിയാം വിധം നാം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ആ വ്യക്തിയുടെ സ്വഭാവത്തിലൂടെ പുറത്തു വരും എന്നർത്ഥം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ, നിങ്ങളുടെ പ്രവാചകൻ ഒരു മോശം സ്വഭാവക്കാരനായിരുന്നില്ല. അപ്പോൾ മോശപ്പെട്ട സ്വഭാവവും പ്രവാചകത്വവും യോജിക്കുകയില്ല, മോശപ്പെട്ട സ്വഭാവവും ഇസ്ലാമും യോജിക്കുകയില്ല, ചീത്ത സ്വഭാവവും ഈമാനും യോജിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ മുഹമ്മദ് നബി എങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലും അവിടുന്ന് മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല. സഹോദരീ സഹോദരങ്ങളെ, നമ്മളില്ലാത്ത സന്ദർഭത്തിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും അയാളുടെ സ്വഭാവം, അവളുടെ സ്വഭാവം ശരിയില്ല എന്ന് പറയുന്നുണ്ടോ? നമുക്ക് കട്ടുകേൾക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മളെക്കുറിച്ചുണ്ടെങ്കിൽ അത് നമ്മുടെ ദീനിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാവണം. വലാ മുതഫഹിഷൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ലീലം സംസാരിക്കാറുണ്ടായിരുന്നില്ല. അഥവാ വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവം മോശമാവുക, നമ്മുടെ നാവിലൂടെ വൃത്തികെട്ടത് വരിക, ഇത് രണ്ടും വരാൻ പാടില്ല. ദേഷ്യം പിടിക്കുമ്പോഴും മറ്റും തെറ്റായ വാക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ നമസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഡാഷിൻ്റെ മോനെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എൻ്റെ നമസ്കാരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എൻ്റെ ഖുർആനോത്ത് ശരിയില്ലല്ലോ, എൻ്റെ ദീന് ശരിയില്ലല്ലോ എന്ന് വിലയിരുത്താൻ മറ്റൊന്നും വേണ്ട. കാരണം ഇന്നക ലഅലാ
ഖുലുഖിൻ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ മഹത്തായ സ്വഭാവത്തിലായിരുന്നു. വകാന യഖൂൽ, അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ ഏറ്റവും നല്ല വ്യക്തി ആരാ? അത് അളക്കാനുള്ളൊരു മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തി ആരോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി എന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, പുഞ്ചിരി ദാനമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ പള്ളിയിലേക്ക് വുദൂ ചെയ്യാൻ കയറി വരുന്നു, മറ്റൊരാൾ നമസ്കരിച്ച് പുറത്തേക്ക് പോകുന്നു. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അറിയുക പോലുമില്ല. അങ്ങനെ പോകുമ്പോൾ എന്തിനാണ് മുഖം കറുപ്പിച്ചു പോകുന്നത്? ഒരു സത്യവിശ്വാസി നിസ്കരിക്കാം, ഒരു ചിരി, ഒരു പുഞ്ചിരി, എന്താ പ്രശ്നം? അതിനെന്താ പ്രശ്നം? അപ്പോൾ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്, ഇസ്ലാമിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ ഒന്ന് ചിരിക്കുക, നിസ്കരിക്കാൻ വന്നാണല്ലേ, ഒരു സന്തോഷം, മുഖത്തേക്ക് നോക്കിയ ഒരു സന്തോഷം. അതിന് വല്ല നികുതിയും കൊടുക്കണം? എപ്പോഴെങ്കിലുമൊക്കെ അവരവരുടെ മാനസിക പ്രയാസങ്ങൾ കൊണ്ട് അങ്ങനെ സാധിച്ചില്ലെന്ന് വരാം. അത് ഒറ്റപ്പെട്ട സന്ദർഭം. ഒരാളെ നമ്മൾ കാണുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയി. അങ്ങനെ നടന്നു പോകേണ്ടതില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. ഒന്ന് പുഞ്ചിരിക്കൂ, അയാളൊരു സത്യവിശ്വാസിയാണ്, നിങ്ങളും ഒരു സത്യവിശ്വാസിയാണ്. ഒന്ന് പുഞ്ചിരിച്ചാൽ എന്താ പ്രശ്നം? നോക്കൂ, അവിടെയാണ് പുഞ്ചിരി ദാനമാകുന്നു, സ്വതക്കയാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. മറ്റൊന്ന്, മനഃപൂർവമുള്ള മൗനം. ചില സന്ദർഭങ്ങളിൽ കുടുംബങ്ങളിൽ, ഇണകൾക്കിടയിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, സമൂഹത്തിനിടയിൽ നമ്മിൽ നിന്നും തെറ്റായ സ്വഭാവങ്ങളും തെറ്റായ വാക്കുകളും പുറത്തു വരാൻ കാരണമായി തീരുന്ന തരത്തിലുള്ള പ്രകോപനങ്ങളുണ്ടാകും. ആ പ്രകോപനങ്ങൾ വരുമ്പോൾ ബോധപൂർവമുള്ള മൗനം, ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ അതിരുകവിഞ്ഞു പോവുകയാണ്, ഭർത്താവ് അതിരുകവിഞ്ഞു പോവുകയാണ്. അപ്പം അതിനനുസരിച്ച് പ്രതികരിച്ചാൽ കൂടുതൽ ശക്തമാകും. അപ്പോൾ ഒരൊറ്റ മൗനം. ഈ മൗനം ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഓലബ് ലാ തൽഗബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാവശ്യം ലാ തൽഗബ്, നീ ദേഷ്യം പിടിക്കരുത്. 3 പ്രാവശ്യം ആവർത്തിച്ചു ആ പദം. കാരണം ദേഷ്യം പിടിക്കുമ്പോൾ പൈശാചികമായ പ്രവർത്തനം അവിടെ നിന്നുണ്ടാകും. എന്താണ്? എടുത്ത് സ്വന്തം വീട്ടിലേക്ക് വാങ്ങിവെച്ച ഉപകരണം പൊട്ടിച്ചാൽ എന്താ ഗുണമുള്ളത്? പൊട്ടിക്കും. അത് കാണുന്നത് ചെറിയ കുട്ടികളായിരിക്കും. അതുകൊണ്ടാണ് വല്ലാതെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിൽക്കുന്ന ആളോട് ഇരുന്നോളാൻ പറഞ്ഞത്, ഇരിക്കുന്ന ആളോട് കിടന്നോളാൻ പറഞ്ഞത്. നമ്മളെ നിയന്ത്രിക്കാൻ എന്താണോ വേണ്ടത് അത് ആ സന്ദർഭത്തിൽ ചെയ്യണം. കാരണം പ്രതിഫലനം, പുറത്തേക്ക് വരുന്ന പ്രതിഫലനം, സ്വഭാവം അത് മോശമാകരുതല്ലോ റബ്ബേ. എൻ്റെ നിസ്കാരം നല്ല നിസ്കാരമാകണമല്ലോ, എൻ്റെ ഇബാദത്തുകൾ നല്ലതായി തീരണമല്ലോ എന്നതിൽ നിന്നാണ് ബോധപൂർവമുള്ള മൗനം ഒരു സത്യവിശ്വാസിയിൽ വരുന്നത്. മറ്റൊന്ന് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. അഥവാ ക്ഷമിച്ച് കളയുക. മോനല്ലേ, ഏതായാലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഭാര്യയല്ലേ, എനിക്കെല്ലാം ചെയ്തിരുന്ന ഭർത്താവ്, ഉപ്പല്ലേ, സാരല്ല, ക്ഷമിച്ചേക്കുക. ആ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ക്ഷമിക്കുകയും വഅഫു അൻഹും, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഞാൻ അത് വിട്ടിരിക്കുന്നു, പ്രശ്നമില്ല, എന്നെക്കൊണ്ടൊരു പ്രശ്നം അതിലുണ്ടാവില്ല. അത് വലിയ വലിയ അധ്വാനമുള്ള കാര്യമാണ് മാനസികമായി. ആ നിലപാട് സത്യവിശ്വാസി സ്വീകരിക്കണം. അതേപോലെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടാകണം. നമ്മൾ എന്താണോ പറയുന്നത് ആ കാര്യമാകണം നമ്മുടെ പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വഭാവം എന്നുള്ള നിലക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടുവരാൻ, നമ്മുടെ കീഴിൽ ആക്കി എടുക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ പരിശ്രമം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് നമുക്കറിയാം, അവിടുത്തെ ഭാര്യമാർ, എല്ലാ ഭാര്യമാരും പൂർണ്ണ തൃപ്തരായിരുന്നു. ഒട്ടേറെ ഭാര്യമാരുണ്ടായിട്ടും എല്ലാ ഭാര്യമാരും, അഥവാ ലോകത്തുള്ള ഏറ്റവും നല്ല ഭർത്താവ്, ആര്
പഠനം നടത്തിയാലും ആര് PhDക്കുള്ള വിഷയമാക്കി എടുത്താലും ഏറ്റവും നല്ല ഭർത്താവ് എന്നത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഒരാളെ കിട്ടുക സാധ്യമല്ല. അപ്പോൾ ഭർത്താവ് എന്നുള്ള നിലക്ക് പൂർണ്ണ വിജയം, ഭാര്യ എന്നുള്ള നിലക്ക് പൂർണ്ണ വിജയം. ഒരു ഭാര്യ ഭർത്താവ് ജീവിച്ചിരിക്കെ മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തനാണെങ്കിൽ അവൾക്ക് സ്വർഗം എന്ന് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ആ കൗമാരപ്രായം കഴിഞ്ഞ് ജീവിതം മുഴുവനും ഒരു ഭർത്താവിൻ്റെ കീഴിലാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ പെരുമാറ്റവും അവരുടെ രീതിയുമെല്ലാം അയാളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവളെക്കുറിച്ച് ഏറ്റവും അറിയുക ആ വ്യക്തിക്കാണ്. അതുകൊണ്ടാണ് ഭാര്യ മരിക്കുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, ഭർത്താവ് ആ വ്യക്തിയെക്കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ആ വ്യക്തിക്ക്, ആ സഹോദരിക്ക് സ്വർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ലോകത്തുള്ള ഏറ്റവും നല്ല ഉപ്പ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും എന്നോണം അവിടത്തേക്ക് കാണണം. കണ്ടിട്ടില്ലെങ്കിൽ ആ ദിവസം പൂർത്തിയാകാത്തതുപോലെ. മോളെ, നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല, അത്രമാത്രം ഇഷ്ടമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ വീട്ടിലേക്ക് പോയി. മകളുടെ മുഖഭാവം ശരിയില്ല. ഉപ്പാക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. എവിടെ പോയി ഭർത്താവ്, എവിടെ പോയി അലിയാർ, എവിടെ പോയി കാണുന്നില്ല. വായിച്ചെടുത്തു, തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശരി, അപ്പോഴേക്കും മോളോട് ചോദിച്ച് മോളെ ഭാഗമൊക്കെ കേട്ട് മോളെ ഒരാളായി മാറി. പിന്നെ ഭർത്താവിനെ ഫുള്ള് ചീത്ത പറയുന്ന, ഭർത്താവിൻ്റെ എതിരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രീതിയല്ല. അമ്മോശം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ സ്ഥാനത്താണ് വേണ്ടത്. നേരെ റസൂലുള്ളാഹി ആലോചിച്ച് എവിടെയാണ് അലിയാരുണ്ടാകാൻ സാധ്യത? അത് പള്ളിയിലല്ലാതെ പിന്നെ എവിടെ? പള്ളിയിൽ പോയി പറയുക, നമ്മൾ പറയാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരം പള്ളിയാണ്. അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചെന്ന് തണുപ്പിക്കാൻ, മണ്ണിൻ്റെ മോനെ, തമാശ, മണ്ണിലാ കിടക്കുന്ന, അവിടെ മണ്ണാണ്, മണ്ണിൻ്റെ മോനെ എണീക്ക്, ഒക്കെ തോളിൽ തട്ടി എന്താ പ്രശ്നം, രണ്ടാളെയും കൂടി യോജിപ്പിച്ചു. നോക്കൂ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മോളെ ഭാഗം വലിയൊരു കാര്യമായിട്ട് ഉമ്മയും എല്ലാവരും കൂടി മോളെ ഭാഗം, അപ്പുറത്ത് ബാക്കി എല്ലാവരും കൂടി ഭർത്താവിൻ്റെ ഭാഗം. അങ്ങനെയല്ല, എല്ലാവരുടെ തെറ്റുണ്ടാകും. അതിൽ മധ്യസ്ഥം വഹിക്കുന്നതിന് പകരം ഒരു തെറ്റ് വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഭാഗം ചേർന്ന് കത്തിക്കലല്ല. നോക്കൂ, അവിടെ ലോകത്തുള്ള ഏറ്റവും നല്ല ഉപ്പ പ്രവർത്തിക്കുന്നു, ലോകത്തുള്ള ഏറ്റവും നല്ല അമ്മോശൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ്. അതേപോലെ തന്നെ തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ അവിടുന്ന് ആനയായി കിടന്നു കൊടുക്കുന്നു. അതൊരു വലിയ കാര്യമാണോ? വലിയ കാര്യമാണ്. കുട്ടികളുടെ എഴുത്തും എന്താ, കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നെ ശരീരത്തിൽ കയറി കളിക്കുന്നു, മാറ്റി നിർത്ത് അല്ല. കുട്ടികൾ വരൂ, അവർക്ക് റസൂലുള്ള ആനയായി, പേരക്കുട്ടികൾ റസൂലുള്ളാഹിയുടെ പുറത്ത് കയറി നടക്കാനാ എടത്താനാ, അങ്ങനെ ആന ഇങ്ങനെ എടുത്തു നടക്കുന്നു. അപ്പോൾ ഒരു സഹാബി തമാശ പറഞ്ഞു, വല്ലാത്തൊരു വാഹനക്കാരെന്നല്ലേ, വാഹനത്തിൻ്റെ പുറത്തുള്ള ആൾ മോശമൊന്നുമില്ല, വാഹനക്കാരനും മോശമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി തിരിച്ചു മറുപടിയും പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല പേരക്കുട്ടികളോട് ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല വല്യുപ്പ എന്നർത്ഥം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഭാര്യമാർക്കിടയിൽ സ്ത്രീ സഹജമായ പ്രശ്നങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. അപ്പോൾ സ്ത്രീ സഹജമായൊരു പ്രശ്നം ഒരു ഭാര്യയുടെ അടുത്തുള്ളപ്പോൾ മറ്റൊരു ഭാര്യ റസൂലുള്ളാഹിക്ക് തേൻ കൊടുത്തയച്ചു. അപ്പോൾ ഈ ഭാര്യ ചിന്തിക്കുന്നത്, ഇന്നെന്തിനോട് സെലക്ട് ചെയ്തത്, ഇന്ന് എനിക്ക് നിർണയിക്കപ്പെട്ട ദിവസമല്ലേ. അപ്പോൾ ഒരൊറ്റ തട്ടാൻ കൊണ്ടുകൊടുത്തു, ഒരൊറ്റ തട്ട്. ആ തേൻ കുപ്പി പോയി തട്ടിത്തെറിച്ച് തേൻ മുഴുവൻ പുറത്തു പോയി. റസൂലുള്ളാഹിയാകുന്ന ഭർത്താവ് അത് നോക്കി നിൽക്കുന്നു. ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും 2 കൊടുത്തിട്ട് ബാക്കി എന്ന് പറയും. എന്നാൽ റസൂലുള്ളാഹി അനങ്ങിയില്ല. കാരണം റസൂലുള്ളാഹി പെട്ടത് വായിച്ചെടുത്തു. എന്നോടൊപ്പമുള്ള ഭാര്യയ്ക്ക് ഇത് സഹിച്ചിട്ടില്ല. ഇങ്ങനെ കൊടുത്തയച്ചത്, ഞാൻ ഇവളോടൊപ്പം ഉള്ളപ്പോൾ അവൾ കൊടുത്തയച്ചത് ഇവക്ക് സഹതാണ് പ്രശ്നം. റസൂലൊന്നും പറഞ്ഞില്ല. 2 പേരും നിൽക്കുകയാണ്. ഒരാൾ ഇരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ആ പൊട്ടിപ്പോയ പാത്രത്തിൻ്റെ, തേൻ കൊടുത്തയച്ച പാത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തു. ഒരു ഭാര്യനോട്, തേനിപ്പം നമുക്ക് കൊടുത്ത് ഈ പാത്രം
പാത്രം നമ്മളെങ്ങനെ തിരിച്ചു കൊടുക്കുക? അതാപ്പോൾ പ്രശ്നം. പാത്രം അവളതല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനി അത് ആവർത്തിക്കുമോ? ഇല്ല. അപ്പോൾ മനസ്സിലാക്കണം. BCC, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഇന്ന് സാമൂഹിക ശാസ്ത്ര രംഗത്ത് സോഷ്യോളജി പഠിക്കുന്ന കുട്ടികളൊക്കെ വലിയ പുസ്തകമായി പഠിക്കുന്നൊരു വിഷയമാണ് BCC. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുന്ന ഒരാൾ, അത്രേ വിവരമുള്ളൂ. എല്ലാവരും ഒലപെടുത്ത് പള്ളിയിൽ മൂത്രമൊഴിക്കുക, എപ്പം കാണിച്ചു കൊടുക്കുക, അനങ്ങരുതെന്ന് പറഞ്ഞു. അനങ്ങിപ്പോകരുത്. റസൂലുള്ള ചിന്തിച്ചത്, പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിക്കുമോ? അങ്ങനെ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അയാൾക്കുണ്ടല്ലോ. അയാൾ തീരെ വിവരമില്ലാത്ത ഒരാളാണ്. തീരെ വിവരം അത്തരം കാര്യങ്ങൾ അടുത്ത് വിളിച്ചു, എന്താണ് പള്ളിയിലാണോ മൂത്രമൊഴിക്കൽ? അയാൾ ഐസായിപ്പോയി. അയാളോട് നിൽക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മണലല്ലേ, കുറേ വെള്ളം ഒഴിച്ചു, തൊഹൂറായി. എടുക്കട വെള്ളം, ഒഴിക്കട അവിടെ പറയാലോ, അങ്ങനെയും പറയാലോ. എന്നാൽ അങ്ങനെയല്ല, അയാൾ നിരപരാധിയാണ്, അറിയാത്തത് കൊണ്ടാണ്. നോക്കൂ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ തിന്മകൾ, നമ്മുടെ ഭാര്യൻ്റെ അടുത്തുള്ള തകരാറുകൾ, നമ്മുടെ ഭർത്താവിൻ്റെ അടുത്തുള്ള തകരാറുകൾ എങ്ങനെ തിരുത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു, ആ സ്വഭാവത്തിലാണ് അങ്ങേ ആക്കിയിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നത് നമ്മുടെ ദീനിൻ്റെ ഭാഗമാണ്. നമ്മുടെ ദീനിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതൻ്റെ ജഡശരീരം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നത് എന്താണ്? അതിൽ വലിയ ധാരാളം പാഠങ്ങളുണ്ട്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബദ്ധ ആദർശ ശത്രുക്കളാണ്, ഒരു സംശയമില്ല. വൈരിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയൻ അവരുടെ മാർഗത്തിലല്ല എന്ന് പറഞ്ഞെടുത്ത് മുഫസ്സിറുകൾ പറഞ്ഞു. അഥവാ ജൂതന്മാർ അത്രമാത്രം ഇസ്ലാമിനെതിരെ അന്നും ഇന്നും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാർ. ആ ജൂതൻ്റെ ജഡശരീരം കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞല്ലോ, ഒന്നങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയല്ലോ എന്നല്ല, മറിച്ച് ഞാനിവിടെ പ്രവാചകനായി ഉള്ളപ്പോൾ അയാൾ ജൂതനായി മരിച്ചല്ലോ, പടച്ചോനെ എൻ്റെ ദൈവത്ത് അവിടെ എത്തിയില്ലേ എന്ന ഒരു പേടിയുള്ളിൽ. മറ്റൊന്ന്, ആളുകൾ ചോദിച്ച്, ജൂതൻ്റേതല്ല റസൂലേ. മറുപടി, ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ? അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഇപ്പം മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരാൻ പറ്റുമോ, അവിടെ ഖബറടക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പം നമ്മുടെ നാട്ടിലെ ചർച്ച. എന്നിട്ട് ആ മയ്യത്ത് മുമ്പിൽ വെച്ചാണ്, പള്ളിക്കുള്ളിൽ വെച്ച് ആളുകൾ ബഹളമുണ്ടാക്കുന്നത്. സമൂഹം എവിടെ കിടക്കുന്നു? സമൂഹത്തിന് മാതൃകയായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിൽക്കുന്നു? എത്ര അകലമാണ് മുസ്ലിം സമൂഹവും മഹാനായ റസൂലുള്ളയും തമ്മിലുള്ളത് എന്ന് നാം ചിന്തിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയാൽ പോരാ, സുബൈ നിസ്കരിച്ചാൽ പോരാ, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്താൽ പോരാ. അതിലൂടെ എല്ലാം ഉണ്ടായിത്തീരുന്ന പ്രതിഫലനം നല്ല സ്വഭാവമാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് തണുപ്പ് കിട്ടണം. 5 പൈസ സഹായിക്കാൻ നമ്മുടെ അടുത്തില്ല, ഒന്നും വേണ്ട, ഒന്ന് തോളിൽ തട്ടിയാൽ മതി, സാരല്ല എന്ന് പറഞ്ഞാൽ മതി. ആവശ്യമായ സഹായങ്ങൾ മധ്യവർത്തിയായി ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ സത്യവിശ്വാസികൾ അവരുടെ മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അവിടുന്ന് മഹത്തായ സ്വഭാവത്തിലായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിൻ്റെ വിഷയത്തിലോ തകരാറുകൾ മാറ്റി ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. നല്ല മരണത്തിനും നല്ല ഖബർ ജീവിതത്തിനും പരലോകത്ത് നമുക്ക് വിജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കടവുമായി ബന്ധപ്പെട്ട വിശദമായൊരു ഹദീസിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനക്കും ഖലാഅ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ കടം ഏറ്റവും നല്ല രൂപത്തിൽ വീട്ടുന്നവരാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ രംഗത്ത് സാമ്പത്തിക രംഗം ഒരാളെ മനസ്സിലാക്കാൻ 2 മാർഗമാണുള്ളത്.
ഒന്ന്, ആ വ്യക്തിയുമായി സാമ്പത്തിക ഇടപാട് നടത്തുക. രണ്ട്, ആ വ്യക്തിയോടൊപ്പം ഒരു യാത്ര നടത്തുക. വേറെ ആരും പറഞ്ഞു കേൾക്കണ്ട. ഒരു വ്യക്തിയോടൊപ്പം നമ്മൾ യാത്ര ചെയ്തു, ഒരു ട്രിപ്പിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, അയാളുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നടത്തി. ആ വ്യക്തിയെ മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. അത്രമാത്രം രണ്ട് മാനദണ്ഡങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമുണ്ട്. ഫഇന്ന മിൻ ഖൈരിക്കും അഹ്സനക്കും ഖലാഅ. നിങ്ങളുടെ കൂട്ടത്തിൽ കടം നല്ല രീതിയിൽ വീട്ടുന്ന ആളുകളാണ് നല്ല ആളുകൾ എന്ന്. അപ്പോൾ കടം വാങ്ങുക, കടം കൊടുക്കുക എന്നതൊക്കെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അനിവാര്യമായ കാര്യമാണ്. ആളുകൾ കടം കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം, കടം കൊടുക്കാതിരുന്നാൽ കൊടുത്തില്ല എന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അഥവാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ചോദിച്ചതിൻ്റെ പ്രശ്നമാകും. അതുകൊണ്ട് തെറ്റാൻ നിൽക്കണ്ട എന്നാണ് പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താ മാർഗം? കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഇസ്ലാമാവുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്താതെ അവൻ ആ ബിസിനസ് തുടങ്ങുന്നു, അതിലവന് ലാഭം കിട്ടുന്നു. നമ്മുടെ സമ്പത്തിലൊരു കുറവും വരുത്താതെ അവൻ്റെ ഹോസ്പിറ്റൽ പ്രശ്നം പരിഹരിക്കുന്നു. നമ്മുടെ സമ്പത്തിലൊരു കുറവും വരുത്താതെ അവൻ്റെ മോക്ക് അഡ്മിഷൻ കിട്ടുന്നു, പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടുന്നു. വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് ഒരാൾക്ക് കടം കൊടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ ആ കടം കൊടുക്കുമ്പോഴുള്ള മര്യാദകൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം, ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് അത് കടത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായത്തിലെ 282 ആയത്തു ദൈൻ, കടത്തെക്കുറിച്ചുള്ള ആയത്താണ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് നമുക്ക് ആയത്ത് കാണാം. കടം കൊടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ അത് ഫക്തുബൂഹു, നിങ്ങളത് എഴുതി വെക്കണം. അതെന്താ എഴുതി വെക്കാനാ? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ 50,000 ഞാൻ തന്നതാണല്ലോ, എനിക്ക് തന്നതായിട്ട് ഓർമ്മയില്ലല്ലോ, എന്തു ചെയ്യും? ഇത് രണ്ടാളും രണ്ട് സാഹചര്യത്തിൽ ആ തിരക്കിലാണ്. 50,000 കൊടുത്തു എന്നാ അവൻ്റെ വിചാരം, കൊടുത്തില്ല എന്നവൻ പറയുന്നത്. അള്ളാഹ് പറഞ്ഞു ഫക്തുബൂഹോ, നമ്മൾ 50,000 എഴുതി വെക്കുന്നത് നമ്മൾ തമ്മിലല്ലേ. നമ്മളെ രണ്ടാളെയും സൃഷ്ടിച്ച പടച്ചോൻ പറഞ്ഞു എഴുതി വെക്കണം, അതുകൊണ്ട് നമുക്ക് എഴുതാം, പ്രശ്നം തീർന്നില്ലേ? നമ്മളമ്മ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു നമുക്ക് നല്ലത് എഴുതി വെക്കലാണ്, എഴുതി വെക്കണം. മാത്രമേ ഫസ്തശ്ഹിദു ഷഹീദൈൻ, 2 സാക്ഷികൾ. പുരുഷന്മാരാണെങ്കിൽ 2 വിശദീകരിക്കുന്നുണ്ട് അവിടെ, 2 സാക്ഷികൾ. അപ്പോൾ ഞാൻ ഇയാൾക്ക് 50,000 രൂപ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളോ അപ്പുറത്തുള്ള ആൾ 2 സാക്ഷികൾ. തീർന്നു, അത് കൊടുത്തു കഴിഞ്ഞു, അവിടെ ടിക്കറ്റ് തീർന്നു, ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കടവുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനമാണ് വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കടം നമ്മൾ വാങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കടം വാങ്ങി അയാൾക്ക് ആ ഡേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക, ആ ദിവസത്തിന് മുമ്പ് അവധി നീട്ടിച്ചോദിക്കാം. അങ്ങനെ നീട്ടിച്ചോദിച്ചാൽ മറ്റോ മനസ്സിലാക്കണം, എനിക്ക് കൂടുതൽ കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ് കിട്ടിയത്, കാരണം ഞാൻ വീണ്ടും അയാളെ സഹായിക്കുകയാണ്. അങ്ങനെ നീട്ടിക്കൊടുത്താൽ അവൻ അള്ളാഹു ബറക്കത്ത് കൊടുക്കും. പലപ്പോഴും സംഭവിക്കുന്നത് പിന്നെ ഫോൺ എടുക്കില്ല, പിന്നെ ഏറ്റവും വലിയൊരു ശത്രുവിനെ പോലെയായി. എന്തേ, അയാളൊരു തെറ്റ് ചെയ്തു, എനിക്ക് 50,000 രൂപ വായ്പ തന്നു, അതുകൊണ്ട് അയാളുടെ ശത്രുവാണ്, ഞാനത് കൊടുക്കൂല. ഞാൻ കൊടുക്കുന്നല്ല പറഞ്ഞ പിന്നെ പിന്നാലെ കൂടണം. അപ്പോൾ ആളാകെ എന്തായി, ഈ 50,000 കൊടുത്ത ആൾ പ്രതിയായി. ഉപരെന്തോ ലോകത്തൊരു തെറ്റ് ചെയ്ത ഒരാളെ മാതിരിയായി. ഇത് സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല. ആ വ്യക്തിക്കും വേണ്ടേ മരിക്കുക, ഇപ്പറഞ്ഞ വ്യക്തിക്കും വേണ്ടേ മരിക്കുക. മരിക്കുന്ന സമയത്ത് ഇയാളുമായിട്ട് വല്ല സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇന്ന ആളുമായിട്ട് ബന്ധപ്പെടുന്നൊരു വാക്കങ്ങ് പറഞ്ഞാൽ പോരാ, അവിടെ തീരുന്നതല്ല പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ, മരിക്കും മുമ്പ് തന്നെ ഇടപാടുകൾ തീർക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഒരാൾ മരണപ്പെടുകയാണ്, അയാളുടെ കഴുത്തിനൊരു അമ്പ് പെട്ടെന്ന് വന്ന് തറച്ചു, മരിച്ചുപോയി. എത്രയോ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അയാൾ ഷഹീദ് തന്നെ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അരുത്, അയാൾ ഷഹീദല്ല. കാരണം ഇന്ന യുദ്ധത്തിൽ യുദ്ധാർജിത സ്വത്ത്, വനീമത്ത് സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അതിൽ നിന്നല്ലാതെ അദ്ദേഹം ഒരു പുതപ്പെടുത്തിട്ടുണ്ട്. ആ പുതപ്പിൻ്റെ പേരിൽ അയാൾ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. റസൂൽ പറയാണ്, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ എന്താ അവിടെ പ്രശ്നം. ജീവിതം മൊത്തം ഇസ്ലാമിക ജീവിതമാണ്.
എന്നിട്ട് അമ്പ് തറച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ഷഹീദ് പറയാൻ പറ്റൂല. ഷഹീദ് നിങ്ങൾ പറയണ്ട. കാരണം അദ്ദേഹം അനുവാദമില്ലാതെ ഗനീമത്തിൻ്റെ ഭാഗമായൊരു പുതപ്പ് എടുത്തിട്ടുണ്ട്. അത് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ബാക്കി ഒരു 200 റുപ്യ വാങ്ങി ഞാനങ്ങ് എടുത്തു. എനിക്കൊണ്ട് എൻ്റെ കുറേ അധ്വാനം പറ്റില്ല. ആ 200 പരലോകത്ത് പ്രശ്നമാകും. പൊതുസ്വത്ത് 5 പൈസ സഹോദരങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ ജ്യൂസായിട്ട് വരാൻ പറ്റൂല. അത് നമ്മളൊരു ചായ കുടിക്കുക, അങ്ങനെ ചായ കുടിക്കാൻ പറ്റില്ല. പൊതുസ്വത്താണ്. അത് പരലോകത്ത് നമുക്ക് ഭാരമായി വരും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകത്ത് മരണപ്പെടുന്ന ഒരാളെയും ഷഹീദ് എന്ന് പറയാൻ പറ്റില്ല. സൗദി അറേബ്യയുടെ ഭരണാധികാരി മരണപ്പെട്ടു, ഷഹീദ് എന്ന് പറയാൻ പറ്റില്ല. ഇറാൻ്റെ ഭരണാധികാരി മരണപ്പെട്ടു, ഷഹീദ് പറയാൻ പറ്റില്ല. ഇറാൻ മാത്രമല്ല, ഒരൊറ്റ മനുഷ്യനെയും മരിച്ചു കഴിഞ്ഞാൽ ഷഹീദ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വഹയില്ല, നമുക്കറിയില്ല ഷഹീദാണോ അല്ലേ എന്ന്. അതുകൊണ്ട് പലപ്പോഴും ഇതൊരു വല്ലാത്തൊരു, നമ്മുടെ നാട്ടിലൊക്കെ ഷഹീദ് അങ്ങോട്ട് പ്രഖ്യാപിക്കും. ആരാ അങ്ങനെ പ്രഖ്യാപിക്കാൻ? അള്ളാൻ്റെ റസൂല് സ്വഹാബത്തിനെ തിരുത്തുക, ഷഹീദ് എന്ന് പറയണ്ട. പുതപ്പ് അനുവാദമില്ലാതെ എടുത്തതിൽ വെച്ച് നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ബുഹാരി ഹദീസാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിഷയം സാമ്പത്തികമാണ്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തെ കൃത്യതയും വ്യക്തതയും നമ്മൾ ഏതെങ്കിലും ഒരു പൊതു കമ്മിറ്റിയിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ നമ്മളെ കണക്ക് സൂക്ഷിപ്പുകാരനാണെങ്കിൽ നമ്മൾ വിചാരിച്ച കുറച്ച് വെട്ടിക്കാനൊക്കെ പറ്റും. പക്ഷെ ആരെ ഈ വെട്ടിക്കുന്നത്? നമ്മൾ വെട്ടിച്ച് പോയി വീഴുന്നത് നരകത്തിലായിരിക്കും. ആ രംഗം ആ കമ്മിറ്റിപ്പെട്ട മുഴുവൻ ആളുകളും നാളെ പരലോകത്തുനിന്ന് കാണും. ഇയാൾ മോഷണം നടത്തി, അതിൻ്റെ പേരിൽ നമ്മൾ നരകത്ത് കിടക്കുന്ന രംഗം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കാണും. അത് ഏറ്റവും വലിയ ശിക്ഷാർഹമായ കാര്യമാണത്. മറ്റൊന്ന്, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും താമസിപ്പിക്കാം. അപ്പം തിരക്ക്, ഞാൻ പുതിയൊരു ഏർപ്പാടില്ല, മറ്റോനിങ്ങനെ യാചിച്ച് നടക്കുക. കടം വീട്ടാൻ പറ്റുന്നൊരു സാമ്പത്തികാവസ്ഥ വന്നാൽ ഉടൻ ആദ്യം വീട്ടേണ്ടത് കടമാണ്. ആദ്യം വിട്ട് ചില ആൾക്കാർ സക്കാത്ത് ഇങ്ങനെ അവിടെ കൊടുക്കും. ഒരു 200 റുപ്യ എനിക്ക്, ഒരു 100 റുപ്യ എനിക്ക്, ഇപ്പുറത്ത് വേറെ തന്നെ 50,000 റുപ്യ കൊടുക്കാനുണ്ടാവും, അത് കൊടുക്കൂല. ആദ്യത്തെ കടഭേദ മനുഷ്യരുമായി ബന്ധപ്പെട്ട് റബ്ബ് നമുക്ക് നിശ്ചയിച്ചതാണ്. നമ്മുടെ മയ്യത്തുസ്കാരം ശരിയാവേണ്ടുന്ന, നമ്മുടെ ഖബർ ജീവിതം ശരിയാവേണ്ട ഒരു കടവിടെ കിടക്കുന്നുണ്ട്. ആ കടമാണ് ആദ്യം വീട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് കടം എന്നത് നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കാത്ത രൂപത്തിൽ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കടത്തിലേക്കൊക്കെ പലപ്പോഴും പോകാൻ കാരണം ഒരു വ്യവസ്ഥയില്ലാത്ത ജീവിതമാണ്. വ്യവസ്ഥയില്ലാത്ത ജീവിതം, താറുമാറായി പോകുന്ന ജീവിതം, നമ്മളതിൽ നിന്നും ഒഴിവാകണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്ത് ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി വ ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. വല്ലാത്ത പ്രോത്സാഹനമാണ്. ഒരധ്വാനം നടത്താതെ എങ്ങനെ പൈസ വരണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിനെന്തുണ്ട് മാർഗം? എനിക്ക് അധ്വാനിക്കാതെ എങ്ങനെ വീട്ടിൽ കുത്തിരിക്കണം, എനിക്കിങ്ങനെ കാറിൽ പോകണം, ബൈക്കിൽ പോകണം, ഞാൻ മൊബൈലായിട്ട് ഇങ്ങനെ കളിക്കും, പൈസ എങ്ങനെ വരികയും വേണം. ഇങ്ങനെ ചിന്തിച്ചിട്ട് എത്ര ആളുകൾ ആ കെണിയിൽ ചെന്ന് പെടുന്നത്. സ്വന്തം വീടും പറമ്പും പോലും അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ ചെന്നുപെട്ട് നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര ആളുകളുണ്ട്. എന്നാൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ പ്രഖ്യാപനമുണ്ട്. നമ്മളിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂലേ, ആ ഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം നമ്മുടെ അധ്വാനം കൊണ്ടുള്ള ഭക്ഷണം. എന്നിട്ട് അമ്പിയാക്കന്മാരിൽ ദാവൂദ് നബി അലൈഹിസ്സലാം തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര പ്രകൃതി മതമാണ് ഇസ്ലാം. എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഒരു ജോലിയെയും നമ്മൾ ചെറുതാക്കി കാണിക്കാൻ പാടില്ല. ഒരാൾ അടിച്ചുവാരലാണ് ജോലിയെങ്കിൽ അതിനുന്നതമായ മഹത്വമുണ്ട്. ആ ജോലിക്ക് അതൊരു മോശപ്പെട്ട ജോലിയായി വേറുള്ളവർ കാണാനും പാടില്ല. ആ ജോലി എടുക്കുന്ന വ്യക്തിയും അങ്ങനെ കാണാൻ പാടില്ല. ഏറ്റവും മഹത്താണ് ഏതൊരു അധ്വാനമാകട്ടെ, തനിക്ക് മുന്നോട്ട് പോകാൻ, തൻ്റെ കുടുംബത്തെ നയിക്കുന്നതിന് വേണ്ടി ഒരധ്വാനത്തിൽ. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, പണിയില്ലാത്ത മനുഷ്യന്മാരൊക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്ക്.
ഒന്ന് ചർച്ച ചെയ്ത് അള്ളാഹിനോട് ദുആർക്ക്. എന്നിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളുടെ ഭക്ഷണം, നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഭക്ഷണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.